പച്ചടി പച്ചടി പച്ചടിയാണ് പച്ചടി 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 അത് പുളിശ്ശേരി മാങ്ങ പൈനാപ്പിൾ പച്ചടി ഓർഡർ പോയി ചോറ് പരിപ്പ് നെയ്യ് സാമ്പാർ പരിപ്പിന് വേണ്ടിയിട്ട് ചോറ് കൊണ്ട് മാറ്റി വെക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ നെയ്യ് ഇതിൽ പപ്പടം ഇട്ട് അങ്ങോട്ട് പൊടിക്കുക. എന്നിട്ട് അത് അങ്ങോട്ട് നെയ്യ് അങ്ങോട്ട് കഴിക്കുക. നെയ്യ് ഒഴിച്ച് കഴിക്കുക. സാമ്പാറും അവിയലൊക്കെ വെയിറ്റ് ചെയ്യാം. സാമ്പാറും അവിയലൊക്കെ ചോറില്ലേ ജോസേട്ടൻ ജോസേട്ടൻ 8 വരെ തുടങ്ങിയതാണ്. പറയാം ഒരു പൂക്കളത്തെ ഫോക്കസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നേരെ ഇട്ട് പായസം വെള്ളത്തെ ഫോക്കസ് ചെയ്യുന്നു, പൂക്കളം വരുന്നു,
വളം വെച്ചേക്കാം ഫ്രണ്ട് വെച്ചേക്കാം ഇത് വേണം ഓരോന്നും കുറച്ച് കംപ്ലീറ്റ് തീർത്ത് കഴിയുമ്പോൾ പരിപ്പ് കഴിച്ചിട്ട് സാമ്പാർ കഴിച്ചിട്ട് എല്ലാവരും പായസം കഴിക്കണം. നേരത്തെ പറഞ്ഞാൽ എന്തിനാ പായസം കഴിക്കുന്നത്? അതുകൊണ്ട് പായസം കഴിച്ചിട്ട് പുളിശ്ശേരി എടുക്കാവും. എല്ലാം കഴിക്കുന്നു. എനിക്ക് അവര് കിട്ടില്ല. അപ്പൊ സുഹൃത്തുക്കളെ ഓണമൊക്കെയല്ലേ, നിങ്ങളെ കഴിക്കുകയാണ്. അപ്പം ചെറിയൊരു എന്റർടൈൻമെന്റ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ലേഡി ഒരു ആഗ്രഹമാണ്, ഒരു ഓണത്തിന്റെ ഒരു പാട്ട് പാടണം. അപ്പൊ കുടുംബത്തിൽ വരുന്നു കുട്ടനാടൻ ചെയ്ത അതുകൊണ്ടാണ് എന്റെ കൂട്ടത്തില് സഹോദരി ചേരുന്നത്. കുട്ടനാടൻ കുഞ്ചയിലെ കൊച്ചു പെണ്ണെ കോയിലാളെ കൊത്തു വേണം കൂടെ വേണം കൂരവ വേണം കുട്ടനാടൻ കുഞ്ചയിലെ കൊച്ചു പെണ്ണെ കോയിലാളെ കൊട്ടു വേണം കൂടെ വേണം കൂരവ വേണം വരവൽക്കലാലോ വേണം കൊടി തോരണങ്ങൾ വേണം വിജയശ്രീനായി എഴുന്നള്ളണം മേലുകര ചുണ്ടൻ വെള്ളം മേലുകര ചുണ്ടൻ വെള്ളം മേലുകര ചുണ്ടൻ വെള്ളം അണിയങ്ങു വരുന്നു ആറമുള വെള്ളം കളി വരുന്നേ പായസം കഴിക്കുമ്പോ നമ്മൾ നാരങ്ങ തൊട്ട് കഴിക്കണം. സ്വന്തമായ പായസം കഴിക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾ എൻജോയ്. വെള്ളം അപ്പൊ നമ്മുടെ ബസ് വിട്ടുപോയി. ഞാൻ രണ്ടിലായെന്ന് പറയാം. ഈ സൗത്ത് ഇന്ത്യൻ ജീവിതത്തെ ഈ സൗത്ത് ഇന്ത്യൻ യുഎസ് ചേംബർ ഓഫ് കൊമേഴ്സ് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം കഴിഞ്ഞ 12 വർഷക്കാലമായിട്ട് ഹോസ്റ്റലിൽ അറിഞ്ഞാടുകയാണ്. അറിഞ്ഞാടുമ്പോഴും ചിലപ്പോൾ ചില വേദനകളൊക്കെ ഉണ്ട്.
അറിഞ്ഞാടുമ്പോഴും ഒരു വേദനകളൊക്കെ ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊരു കഥാപ്രസംഗ രൂപയാണ് ഞാൻ 2 ഡയലോഗ് പറയാൻ ആഗ്രഹിക്കുകയാണ്. വേദന തെങ്ങും സമൂഹത്തിൽ നിന്നു ഞാൻ വേരുടെ മാന്തി പറിച്ചതാണ് കഥ. ആരുടെ കഥ? സൗത്ത് ഇന്ത്യൻ യുഎസ് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ കഥ. ആരാണ്? സൗത്ത് ഇന്ത്യൻ യുഎസ് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ കഥ. മൈക്കിളെ കയ്യിലുണ്ടോ? ഞാൻ പറയുന്ന മെസ്സിനെ പറഞ്ഞാൽ കേട്ടോ, ചുമ്മാ തള്ളിയാ മതി. ഒരു ഉന്തു തള്ളു. അപ്പൊ ഒന്ന്, വേദനാധീനം സമൂഹത്തിൽ നിന്നു ഞാൻ വേരോടെ മാന്തി പറിച്ചതാണ് കഥ. ആരാണ്? സൗത്ത് ഇന്ത്യൻ യുഎസ് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ കഥയാണ്. എന്റെ കഥയാണോ? അല്ല. ശശികന്മാരുടെ കഥയാണോ? അല്ല. തമ്പിച്ചന്റെ കഥയാണോ? അല്ല. വെട്ടിക്കണ ജെയിംസിന്റെ കഥയാണോ? അല്ല. പിന്നെ ആരുടെ കഥയാണ്? വേദനാധീനം സമൂഹത്തിൽ നിന്നു ഞാൻ വേരോടെ മാന്തി പറിച്ചതാണ് കഥ. ഇപ്പോഴും നിങ്ങൾക്ക് ആർക്കും മനസ്സിലായത് കഥയാരുടെയാണ്? ഞാൻ പറയാൻ പോകുന്ന കഥ ആരുടെയാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായില്ല. മനസ്സിലാക്കാൻ താമസം എടുക്കും. കാരണം ഇത് ഇത്രയോ നാളും നല്ല സ്മാർട്ടായിട്ട് വന്നിട്ടും ഇപ്പോഴും ചെറുപ്പക്കാരുടെ കോളേജിലെ കഥയാണോ ഇത്? അല്ല. അല്ലെന്ന് പറഞ്ഞാ അവനൊരു കൈ കൊടുക്കുക. അതാ അല്ല. അതാണ് അല്ല. ഇതൊക്കെ പോലെ ഇവിടെ ഊസിലെ ഏറ്റവും വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും വലിയ ഒരു പ്രമുഖനായ മോഹൻജിയുടെ കഥയാണോ ഇത്? അല്ല. പിന്നെ ആരുടെ കഥയാണിത്? പിന്നെ നമ്മുടെ നേപ്പാളി പെൺകുട്ടി കമല എന്ന പേര് ഈ സഭയുടെ കഥയാണോ ഇത്? അല്ല. പിന്നെ ആരുടെ സമൂഹത്തിൽ നിന്നു ഞാൻ വേറെ മാന്തി പറിച്ചതാണ്. ഇപ്പോഴും മനസ്സിലായി ആരറിയത്? കൊയിലാണ്ടി കൂലാറ്റുണ്ട്. കൂലാറ്റൂരിൽ വന്ന പലരും പിടിച്ചിട്ടുണ്ട്. ഹിന്ദു നമ്മുടെ അന്തത്തിലെ പിന്നെ നമ്മുടെ ഏറ്റവും വലിയ കുറച്ച് രസമുണ്ടായ ഫിലിപ്പിലെ ഈ രമേശിന്റെ കഥയാണോ ഇത്? അല്ല. പിന്നെയോ ആരെയാണ്? അല്ല. ഇന്ത്യയിൽ എത്ര പേരുടെ മുണ്ടും ഷർട്ടും കൊടുത്ത ഒരു മാന്യ വ്യക്തിയാണ് ഈ ഊസുകൾ എല്ലാവർക്കും. ഊസൻ തന്നെയല്ല, അറ്റ്ലാന്റ, പിന്നെ ഓൾ ഓവർ അമേരിക്കയിലുണ്ട് മുണ്ട് ഷർട്ടും മലയാളി ഡ്രസ്സുകൾ കൊടുക്കുന്ന ഈ സാരി മൂവറ്റുകളുടെ കഥയാണിത്. അല്ല. ആണോ? അല്ല. പിന്നെ ആരുടെയാണത്? വേദനാധീനം സമൂഹത്തിൽ നിന്നു ഞാൻ വേരോടെ മാന്തി പറിച്ചതാണ്. ഒന്നും അറിയാത്ത പോലെ ഇല്ലായിരുന്നോ എങ്ങാന്നൊക്കെ പറഞ്ഞു ആഫ്രിക്ക ഞങ്ങൾ ദുബായ് കഥയാണിത്. കഥയാണിത് അല്ല. പിന്നെ ആരോഗ്യമാണ് ബാറിന്റെ ഉടമസ്ഥരായ. ബാറെന്ന് പറഞ്ഞാൽ അതായത് നാടി മുഴുവൻ ബാറ്. അവിടെ ബാറ്, പായപ്പാട്ട് ബാറ്, കൊയിലാണ്ടി ബാറ്, ഗോപ്രാത്, എവിടെയാ എന്നാ പുതുപ്പുള്ളല്ലോ. പെരുവേ ബാറ്, മുണ്ടകയത്ത് ബാറ്, KC ബാറ്. ഈ ബാറിന്റെ രാജാക്കന്മാരായ വെട്ടികള സവാലന്മാരുടെ കഥയാണോ ഇത്? അല്ല. 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 വേദന വെള്ളപുരപുത്രനായ ജോസ് മാണിയുടെ അരിമ ശിഷ്യനായ ഗോപി കുളത്തിനുള്ള കഥയാണോ ഇത്? അല്ല. ആണോ? അല്ല. കോട്ടയത്തിന്റെ സംക്രാന്തിയിലെ പൊന്നമരപുത്രനായ നമ്മുടെ സാം ഒഴിവുകളുടെ കഥയാണോ ഇത്? ആണോ? അല്ല. പിന്നെ ആരുടെ കഥയാണിത്? സമൂഹത്തിൽ നിന്നു ഞാൻ വേരോടെ മാന്തി പറിച്ചതാണ് കഥ. റോഡ് ചോദിച്ചാൽ നടക്കുന്ന ഒരു പാവം പയ്യനുണ്ട്. കണ്ടാൽ ഒരു കാർഡാണ് തലയൊക്കെ പ്രായം തീരെ കുറവാ, 50 താഴെ ഉള്ളൂ. ഊസലിലെ ഏറ്റവും വലിയ പ്രമുഖനായ ഒരു ബിസിനസ്സുകാരാണ്. അങ്ങനെയുള്ള മുഴുവൻ അല്ല. വേദനാധീനം സമൂഹത്തിൽ നിന്നു ഞാൻ വേരോടെ മാന്തി പറി
മേലുകാവ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. നമ്മളൊക്കെ വിചാരിക്കും മേലുകാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാപ്പട സ്ഥലമാണ്. പക്ഷെ ഒന്നും അല്ല, അത് പ്രകൃതി രമണീയമായ പാറമലക്കാരുടെ സ്വന്തം സ്ഥലമാണ് മേലുകാവ്. പാലായിൽ നിന്ന് വെറും 30 കിലോമീറ്റർ 17 കിലോമീറ്റർ പരേതുണ്ടാകുന്ന മേലുകാവ് ഈരാറ്റുപുരം 7-8 കിലോമീറ്റർ. മേലുകാവ് സുന്ദരനായ ഗ്രാമത്തിന്റെ പൂർണ്ണമാനപ്പെട്ടതായ ഇനി നമ്മുടെ ഓലിക്ക് ജിജിയുടെ കഥയാണല്ലോ. ആണോ? ഞാനൊക്കെ വിളിക്കുന്ന ടോമൻ നാട്ടുകാർ വിളിക്കുന്നത് കഥയാണല്ല. ആണോ? അല്ല, പിന്നെ ആരുടെ കഥയാണ്? വേദനയും സമൂഹത്തിൽ നിന്നു ഞാൻ വേരോടെ മാന്തി പറിച്ചതാണ് കഥ. വയനാട്ടിലൊരു പാർട്ടിയുണ്ട്, അവിടെ റിസോർട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആരാന്ന് അറിയത്തില്ല. ഇവിടെ അഞ്ജലി കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട് റജിയുടെ കഥയാണില്ല. അതായത് വയനാട്ടില് നമ്മൾ ആരും പോയിട്ടില്ല, പക്ഷെ നമ്മൾ അടുത്ത വർഷം പോകും. വയനാട്ടിലുള്ള റജിയുടെ കഥയാണല്ലോ. പോവും. അല്ല, പിന്നെ ആരുടെ കഥയാ? സമൂഹത്തിൽ നിന്നു ഞാൻ വേരോടെ മാന്തി പറിച്ചതാണ്. നിങ്ങൾ ഇതുവരെ കഴിച്ചു തീർത്തില്ലേ? പോണം. നിങ്ങൾ കഴിച്ചു ആദ്യം പറഞ്ഞോ. ആദ്യം അതായത് അതല്ല, കുറെ കാലങ്ങളായിട്ട് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ചേംബർ ഓഫ് കൊമേഴ്സിനെ അങ്ങോട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നു, പാലക്കാട്ട് പോകുന്നു, കോഴിക്കോട്ട് പോകുന്നു, ആടുവിതരണം തന്നെയല്ല. നമ്മുടെ ഈ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ 10ാം വാർഷികം ഏറ്റവും നല്ല സന്തോഷകരമായിട്ട് അടിപൊളിയായി നടത്തിയ കൊല്ലങ്ങൾ സമൂഹത്തിൽ നിന്നു ഞാൻ വേരോടെ മാന്തി പറിച്ചതാണ് കഥ. പിന്നെ ഇവിടെ ഇപ്പൊ എല്ലാ പരിപാടിയും പ്രാത്തപ്പോൾ കിട്ടും. ഒരു വരാത്തൊരു പാർട്ടിയുണ്ട്. സാധാരണ ഏത് ചണ്ടപ്പുറത്തും കോലിട്ടാൽ വരുന്ന ഒരു പാർട്ടിയുണ്ട്, ധനുഷ എന്ന് പറയുന്നൊരു. ആ ധനുഷയുടെ കഥയാണോ ഇത്? അവിടെ പോയി അതുപോലെ സാമോടെ പോയി. ഏറ്റവും ഏറ്റവും വലിയ പലിശക്കാരനാണെങ്കിൽ പറയാലേ, അല്ലെങ്കിൽ ബിസിനസ്സുകാരെന്ന് പറയും. അല്ല, വേറെ കാര്യ. നമ്മുടെ ഒരു 15,000 രൂപയാണ് ഇപ്പോൾ പറയും. ധനിച്ച ഒരു 15,000 കൊടുത്തത് നമ്മൾ വരുമ്പോൾ ചുമ്മാ വീട്ടിലിരിക്കൂലേ? വലിയ കാര്യമല്ല. വീട്ടിൽ കൊണ്ടുവരാനും എന്നാ പിന്നെ ഒരു എൻഎസി വിളിച്ചിട്ട് വരാം. ഒരു 5 ദിവസം എൻഎസി അത് നമ്മളില്ലേ? അവരുടെ കഥയാണത്. അല്ല, പിന്നെ ആരുടെ കഥയാണത്? സമൂഹത്തിൽ നിന്നു ഞാൻ വേറെ മന്തി പറിച്ചതാണ് ഇനി ഒരാളുടെ കാര്യം പറയാനുണ്ട്. ഒരു കാര്യമില്ലാതെ ചുമ്മാ അവിടെ വന്ന് വീഡിയോ ഒക്കെ എടുത്തു. ഇവിടെ ഇന്നിപ്പോ ഇവിടെ എന്താണ് അദ്ദേഹം ഇവിടെ വന്ന് വീഡിയോ എടുക്കുന്നത്? ആണോ? അല്ല, വേദനയും സമൂഹത്തിൽ നിന്നു ഞാൻ വേരുടെ മാന്തി പറിച്ചതാണ്. നിങ്ങൾ എന്നാ ഞാൻ ബാക്കി കഥ പറയട്ടുള്ളൂ.
ഞങ്ങളുടെ കഥ തുടങ്ങുകയായി. പരമൻ പത്തനാപുരം ഓക്കെ. പോലെയാൽ മേഞ്ഞുള്ള കൊമ്പ് ഗ്രഹത്തിന്റെ കൊലയിൽ നിന്നൊരു കോമളാങ്കി കേട്ടോ. ഞാനിപ്പോ ഇവിടെ ഇരുന്നപ്പം എന്റെ മനസ്സിൽ വെക്കുന്ന ഒരു 2 വാക്ക് പറയണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി. ഈ ചെമ്പൂർ കോമ്പീസില് ഞാൻ വരാൻ കാരണം എന്റെ ഏറ്റവും ഞാൻ ക്രൂസ്പീസായി വന്നപ്പം സണ്ണി കാരിക്കലിന്റെ വീട്ടിൽ വരികയും ജിജി അന്നുണ്ടായിരുന്നു. ജിജി ഓർക്കുന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ ജിജി എനിക്ക് നല്ല ട്രീറ്റ്മെന്റ് തന്നു. പക്ഷെ ഇവിടെ വന്നപ്പോ സണ്ണി എന്ന് പറഞ്ഞു ഇങ്ങനെ ചേമ്പർ നീ കൂടണം എന്ന് പറഞ്ഞു. സണ്ണിയുടെ ഒറ്റ പേരിലാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് കാരണം. പക്ഷെ അത് കഴിഞ്ഞ് ഇപ്പം ഒരു കളർ ഇവിടെ വെപ്പുണ്ട് മോൻസി ഞാനുമായിട്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സണ്ണി കഴിഞ്ഞേ ഉള്ളൂ ആ ബന്ധം. പക്ഷെ ഞാൻ കോൺടാക്ട് ചെയ്ത് അറിയപ്പെട്ടു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം മോൻസി ആയിട്ട് ബന്ധപ്പെട്ടു. മോൻസി ഞാൻ പറഞ്ഞു അല്ല അപ്പൊ മോൻസിയോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ചേമ്പറാൻ കൂടണം എന്ന് ഞാൻ പറയുകയുണ്ടായി. അപ്പം എനിക്കൊന്നും താല്പര്യമില്ലാത്തൊരു കേസാന്ന് പറഞ്ഞു. ഞാനിവിടെ ഇങ്ങനെ ഒതുങ്ങി ജീവിക്കുക എന്ന് പറഞ്ഞ ആവശ്യമില്ലാത്ത ഈ ഇതിലൊന്നും വലിച്ചടിച്ചേക്കണമെന്ന് പറഞ്ഞു. അല്ല മോൻസി വരുന്നത് ഞാൻ പറഞ്ഞു. അപ്പൊ മോൻസി ഇവിടെ കൂടാൻ തീരുമാനിച്ചു. ഇന്നിപ്പോ മോൻസിയാണ് നമ്മുടെ ഈ സൗത്ത് ഇംഗ്ലീഷ് ചേമ്പറിന്റെ നാടിക്കരുതിയാൻ പോയി. ഏത് കാര്യത്തിലും എന്ത് ഭംഗിയായിട്ട് ഈ കാര്യത്തിലെല്ലാം മുന്നിൽ നിൽക്കുന്ന ജിജി ഒരിക്കൽ ആ മനുഷ്യനെ പറ്റി എനിക്ക് എന്ത് വാക്കുമായിരിക്കാൻ പറ്റത്തില്ല. അതേപോലെ ഇത് നിലനിൽക്കാൻ വേണ്ടി എല്ലാ ഈ ചെട്ടി കമ്പനി ഇവിടെയുണ്ട്. പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതിനകത്ത് എല്ലാം ഒരു ചുക്കാൻ പിടിക്കുന്ന ആളാണ് ജിജി ഒരിക്കൽ. ആ ഒരിക്കലും അതുപോലെ തന്നെ മോൻസിയും സണ്ണിയും ഒക്കെ ഉള്ളതാണ്. ഞാനും എന്റെ ചേട്ടൻ ജോസാറിനെ വിളിക്കുന്നുണ്ട്. ഇപ്പോൾ ചേട്ടായും ഇതിനകത്ത് ഒന്നുകൂടി. എന്തായാലും എല്ലാവർക്കും ഞങ്ങൾക്ക് എല്ലാ സന്തോഷമാണ് ഇതിനകത്ത് കൂടിയതിന്റെ പേരില്. അപ്പം ഞാനൊരു ഈ പറയുന്നത് ഈ ഓണാഘോഷ പരിപാടിക്കകത്ത് എല്ലാവർക്കും ഓണാശംസ നേരുന്നു. അതുപോലെ തന്നെ എന്തായാലും ഇതുപോലെ നമുക്ക് മുന്നോട്ട് നല്ല ഭംഗിയായിട്ട് നമ്മുടെ മരണം വരെ നമ്മളെല്ലാവരും സന്തോഷമായിട്ട് പോകുന്ന ആഗ്രഹം. നിങ്ങളെല്ലാവരും ശ്രമിച്ചാൽ അത് നടക്കും. അപ്പം നമുക്ക് എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാ ഈ 2024 എല്ലാ ഓണ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ മൈക്ക് സണ്ണി കാണിക്കുന്നില്ല. ഒരു പാട്ട് പാടാൻ എനിക്ക് ഞാൻ ഒരു പാട്ടുകാരല്ല. അല്ല എനിക്ക് ഈ അടിയോടിയെ പറ്റി എനിക്ക് പറയാനുള്ള ഒരു വാക്കുണ്ട്. ഞാൻ അടിയോടെ വീട്ടിൽ ചെന്നു ഒരു പ്രാവശ്യം ഈ ചേമ്പർ കൂടുന്നുണ്ടോ അദ്ദേഹത്തിന്റെ ഭാര്യയോടുണ്ട്. അയ്യോ അവിടെ ചെന്ന് എന്ത് നല്ല സർവീസ് ആയിരുന്നു. പുള്ളിക്കാരത്തി ഫുഡ് കൊണ്ട് തരുന്നു. പുള്ളിക്കാരത്തി എന്നോട് ഞാനും അടിയോടിയായിട്ട് വീട്ടിൽ ചെന്നപ്പോഴേക്കും ഞങ്ങളവിടെ കൂടി. അപ്പൊ അന്നോട്ട് എനിക്കൊരു ബന്ധമാണ്. എനിക്ക് അടിയോട് ഭയങ്കര സ്നേഹം. നമ്മുടെ ചെട്ടിയൊക്കെ നിങ്ങൾ നടന്നു പോകുന്നതിന് കാരണം അടിയോട് അക്കൗണ്ടിങ്ങിന്റെ കാര്യത്തിൽ നമ്പർ 1 ആണ്. ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ അടിയോട് ഒരു വണ്ടി പഠിക്കാൻ ആ വണ്ടി പഠിച്ചത് വല്ല പോയതുകൊണ്ട് ഈ ചന്ദ്രബാബു ബന്ധമുണ്ട്. അതിന്റെ പോയതല്ല അങ്ങനെ പോയി. പക്ഷെ ഒരു കാര്യമുണ്ട്, അടിയോടി ഇവിടുത്തെ എല്ലാ കാര്യത്തിലും നല്ല ഒരു ടൈം ടേബിളായിട്ട് എല്ലാ കാര്യങ്ങളും നടത്തുന്നതിന് സർവീസ് ഇന്ന് ചിട്ടി ഇതുപോലെ ഭംഗിയായിട്ട് പോകുന്നതിന് ആ ക്യാഷ് ഓരോ മാസവും കറക്റ്റായിട്ട് എന്റെ ചുറ്റും വിദ്യാഭ്യാസത്തോടൊപ്പം അടിയോടി ഓരോരുത്തരുടെ പേരിലും നല്ല ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ പേരിലാണ് നമ്മളൊക്കെ ഈ സന്ദർഭത്തിൽ പോകുന്നത്. അതിലൂടെ ഈ അവസരത്തിൽ പ്രത്യേകം ഞാൻ നമ്മളെ സ്മരിക്കുകയാണ്. അടിയോടി എനിക്ക് മറക്കാൻ പറ്റില്ല. അതുപോലെ സാജു ഇതുപോലെ സാജു നമ്മുടെ തൊട്ടടുത്ത് ജനീസിൽ കിടന്നാണ്. സാജു എന്താവശ്യത്തിനും നമ്മുടെ ചേമ്പറിന്റെ കാലത്ത് എന്ത് കാര്യവും സാജു വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു മെമ്പറാണ്. എന്തായാലും
ഈ കുളങ്ങര ഒരു മാസമായിട്ട് ഇപ്പൊ നാട്ടിലായിരുന്നു. ഇപ്പൊ ഇവിടെ ഒരു അണക്കില്ലായിരുന്നു. ജിജു ഇല്ലാത്തതിന്റെ പേരിൽ എനിക്കറിയില്ല. ചിലപ്പോ ഒരു അണക്കില്ലാതെ നിൽക്കായിരുന്നു. ഞാനിപ്പോ ഞാൻ ജിജോട് പറഞ്ഞു, ജിജോ നീങ്ങോട് പോയത് ഒരു മാസമായിട്ട് നാട്ടിലായിരുന്നു ചേർന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും എല്ലാ ഭംഗിയായിട്ട് വന്നു. പ്രസിഡന്റിനെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ പ്രസിഡന്റ് കോശി വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ വർഷത്തെ എല്ലാ ഭംഗിയായിട്ട് നടത്തുന്ന കോശിയുടെ ഫാമിലിയുടെ കൊണ്ട് ഞാൻ കണ്ടു. ഫാമിലിയുടെ പ്രത്യേകം ഓണാശംസകൾ നൽകുകയാണ്. ഇനിയും ഞാൻ എന്റെ മൈക്ക് സന്നദ്ധി കൊടുക്കണം. പ്രായോഗിക ഞാൻ കണ്ടു ഇതല്ലേ കണ്ടു. ഞാൻ ചോദിച്ചു, എനിക്ക് അഭിനന്ദനം ഞാൻ ചോദിച്ചു. അതാണ് ഒരു പ്രസിഡന്റ് ഭാര്യ തന്നെ ചോദിച്ചു. അപ്പൊ ആ സന്തോഷം എല്ലാം സന്തോഷം. ഇനിയും എന്റെ ഒരു പാർട്ണറുണ്ട് സാം വിളിക്കുന്നൻ. പുള്ളി ഓണത്തിന്റെ ഒരു ആശംസ 1 മിനിറ്റ് പറയും. പുള്ളി ഇങ്ങോട്ട് കൊള്ളാമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. പുള്ളി ഇങ്ങോട്ട് വന്ന് ഈ മൈക്ക് മേടിച്ച് ഓണാഘോഷം എല്ലാമാണ് നമ്മള് അപ്പം ഓണാശംസ ഒരു സന്ദേശം ഒരു മെസ്സേജ് നമ്മുടെ സാമിലേക്ക് ബൈക്ക് കൊടുക്കുവാണ്. സാമം ഹലോ, ഞാനൊരു പ്രാസംഗികനൊന്നുമല്ല. പക്ഷേ ഇതൊക്കെയാണ് സന്തോഷം. വളരെ സന്തോഷമുള്ള ഒരു ഈവനിങ്. നമ്മളെല്ലാവരും കൂടെ കൂടി ഇന്നേ ദിവസം നമ്മുടെ ഓണം സെലിബ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമുക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പേരിൽ നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചു കൂടാൻ പറ്റി. നമ്മളെല്ലാവരും ഒരു ഫാമിലി ആയിട്ടൊരു 31 BODസും അതിന്റെ ഫാമിലിയും വളരെ നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തു പോകുന്നു. തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ നല്ലൊരു കൂട്ടായ്മ ഉണ്ട്. അത് നമ്മൾ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകണം. നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്, നല്ലൊരു ബന്ധങ്ങൾ, ആ ബന്ധങ്ങൾ എപ്പോഴും നല്ലതാണ്. നല്ല ബന്ധങ്ങൾ എപ്പോഴും നല്ലതാണ്. അപ്പൊ നല്ല രീതിയിൽ നമ്മൾ കൊണ്ടുപോകുന്ന ശ്രദ്ധിക്കുക. അപ്പോൾ വളരെ നന്നായിരുന്നു. നമ്മുടെ ഓണത്തിന്റെ പരിപാടി ഫുഡും എല്ലാം അറേഞ്ച് ചെയ്തു. ഫുഡും നമ്മുടെ ഓണം അത്തപ്പൂട്ടും എല്ലാം കൊണ്ടും വളരെ നല്ലൊരു ഓണം ഈവനിങ് നമുക്ക് എല്ലാവർക്കും ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവരും അങ്ങനെ എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഹാപ്പി ഓണം. താങ്ക് യു. നമ്മുടെ മുൻകാല ഒരു ട്രഷറായിരുന്നു നമ്മുടെ ജിജു ഈ പ്രാവശ്യം ഒന്നും മിണ്ടാതെ ആ പുറകിലെ സദസ്സിലിരുന്ന് ഇതെല്ലാം കണ്ട് കാരണം ഇദ്ദേഹം തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല. ലെറ്റ് ദം സ്മൈൽ അഗൈൻ എന്ന് പറഞ്ഞ ഒരു പരിപാടി ഓൾമോസ്റ്റ് 5 times ഇന്ത്യയിൽ നടത്തി. ഇന്ത്യയിൽ തന്നെ കേരളത്തിലെ പർട്ടിക്കുലർ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ആയി. അതുപോലെ ഒരുപാട് കാര്യങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ആയിട്ടാണ് ആട് പ്രോജക്ടിന്റെ ഡയറക്ടർ. അതെ, ഇദ്ദേഹം പറയുന്നത് ഇപ്പൊ 6 കൊടുത്തത് 49 ആയെന്നാണ് പറയുന്നത്. ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇപ്പൊ ഈ വർഷം ഞങ്ങള് 1 ലക്ഷം രൂപ, ആരും തെറ്റിദ്ധരിക്കരുത്, $1 ലക്ഷം $1 ലക്ഷം ഞങ്ങൾ അതിനു വേണ്ടി ഫണ്ട് ചെയ്തിട്ടുണ്ട്. ജിജു ആണ് അതിന്റെ കോർഡിനേറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം നമ്മുടെ പ്രസിഡന്റ് അവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഒരു 2 വാക്ക് ഇവരെ പറ്റിയൊക്കെ ഒന്ന് പറയുക. ഹാപ്പി ഓണം ജിയോ. എന്താണ് പറയുന്നത്, ഞാൻ ഒരു പ്രാസംഗികനല്ല. എന്നിരുന്നാൽ തന്നെയും 2009 സൗത്ത് ഇന്ത്യൻ US ചേംബർ ഓഫ് കൊമേഴ്സ് എന്ന് പറഞ്ഞുള്ള ഈ സംഘടന തുടങ്ങിയപ്പോൾ ഞങ്ങൾ 9 പേര് തുടങ്ങിയപ്പോൾ ഇതിനെപ്പറ്റി ഒരു ഐഡിയയും ഇല്ലായിരുന്നു എന്തുവായി തീരുമെന്ന്. ഇപ്പോൾ 13 വർഷത്തിന് ശേഷം ഇത് അമേരിക്കൻ സമൂഹത്തിലെ ഏറ്റവും വലിയൊരു സംഘടനയായിട്ട് മാറി. അതിന്റെ അങ്ങനെ മാറാനായിട്ടുള്ള സാഹചര്യം എന്ന് വെച്ചാൽ ഓരോ വർഷം ഇതിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ പ്രസിഡന്റ് ഡയറക്ട് ചെയ്യുന്ന ആൾക്കാരുടെ കഴിവുകളാണ്. ഇവിടെ നമ്മുടെ ഈ ഓർഗനൈസേഷനിൽ കയറാനായിട്ട് ഒത്തിരിയധികം ആൾക്കാര് വെളിയിൽ നിൽക്കുകയാണ്. എന്തും പേ ചെയ്ത് കയറാനായിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്നതാണ്. ഈ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഈ നമ്മുടെ സംഘടന വളർന്ന് പന്തലിച്ച് ലോകമെമ്പാടും ഉള്ള ഒരു അറിയപ്പെടുന്ന ഒരു സംഘടനയായിട്ട് മാറി. അതിനെ വളരെ അഭിമാനത്തോടുകൂടിയാണ് ഞാൻ പറയുന്നത്. പിന്നെ വെളിയിലൊക്കെയുള്ള ഒരു സംസാരമുണ്ട്, സൗത്ത് ഇന്ത്യൻ US ചേംബർ ഓഫ് കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇതാണെന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ചേംബർ ഓഫ് കൊമേഴ്സ് ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നതിലൂടെ ഹ്യൂസ്റ്റണിൽ ഒരു സംഘടന ചെയ്യുന്നില്ല.
അതൊക്കെയാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത്. അത് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യും. ഞങ്ങൾക്ക് വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ഒരു ഫാമിലി എൻവയോൺമെന്റ് ഉണ്ടാക്കാനായിട്ട് സാഹചര്യമുള്ളൂ. അൺഫോർച്യുനേറ്റ്ലി കാരണം എല്ലാവരും ബിസി ആയതുകൊണ്ട് മാത്രമാണ്. പക്ഷേ ഇനിയും ഇങ്ങനത്തെ ഓരോ പരിപാടികളിലും ഫാമിലി ആയിട്ട് എല്ലാവരും വരിക, എൻജോയ് ചെയ്യുക. വി ഓൾ എ ഫാമിലി. വി ആർ 31 now, അല്ലേ? 31 BODs. വി ഓൾ എ ഫാമിലി ആൻഡ് ദെൻ വിൽ കണ്ടിന്യൂ ടു ഡു ദിസ്. പിന്നെ പ്രത്യേകിച്ച് ഈ വർഷത്തെ പ്രസിഡന്റ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി എല്ലാ മാസവും വളരെ അഗ്രസീവായിട്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു. അത് ബാലൻസ് ചെയ്താണ് പോകുന്നത്. ഒരു രാഷ്ട്രീയം ചെയ്തു കഴിഞ്ഞാൽ അടുത്ത സിനിമ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ചാരിറ്റി പ്രവർത്തനം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, ഹേമ റിപ്പോർട്ടിൽ പുള്ളിയുടെ പേര് വന്നിട്ടില്ല, ഞാൻ നോക്കുന്നുണ്ട്. അതെ, കുഴപ്പമില്ല, നമുക്ക് പറയാം, കുഴപ്പമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് നമ്മള് വളരെ അഭിമാനത്തോടു കൂടി പ്രത്യേകിച്ച് ഇവിടെ വന്നിരിക്കുന്ന ഫാമിലി എല്ലാവരും പറയാം, നിങ്ങളുടെ ഹസ്ബൻഡ്സ് ചേംബറിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ധൈര്യമായിട്ടും സന്തോഷമായിട്ടും സമൂഹത്തിന് മുമ്പിൽ പറയാം, എന്റെ ഹസ്ബൻഡ് സൗത്ത് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സിലെ BOD ആണെന്ന് നിങ്ങൾക്ക് ആധികാരികത്തോടു കൂടി ഈ മലയാളി സമൂഹത്തിൽ നിങ്ങൾക്ക് പറയാം. താങ്ക് യു ഓൾ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഓണം. ഹാപ്പി ഓണം ടു യു ഓൾ. താങ്ക് യു ജിജു. ഇതുപോലെ തന്നെ ഒരു കാര്യമുണ്ട്. പലപ്പോഴും എൻ്റെ വൈഫ് ബെൻസി ചോദിക്കും, ഈ മന്ത്ലി മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ നിങ്ങളവിടെ പോയി മീറ്റിംഗ് കൂടുന്നു വരുന്നു, എന്ത് ചെയ്തു, എന്ത് പാവപ്പെട്ടവർക്ക് വേണ്ടി എന്ത് ചെയ്തു, ഇങ്ങനെയുള്ള ചില ക്വസ്റ്റ്യങ്ങൾ എല്ലാ ദിവസവും അറൈസ് ചെയ്യാറുണ്ട്. അതിന് ഞങ്ങൾക്ക് ഒരുപാട് ഉത്തരങ്ങളുണ്ട്. പക്ഷേ ആ ഉത്തരങ്ങൾ നിങ്ങൾ ഇപ്പം ഈ ഒരു നമ്മുടെ ഒരു സ്നേഹക്കൂട്ടായ്മയിൽ ഞാൻ പറയാണ്, ഞങ്ങളിപ്പം സ്നേഹക്കൂടെന്ന് പറഞ്ഞ അവിടെ പാവപ്പെട്ട അച്ചായന്മാർ താമസിക്കുന്ന സ്ഥലമാണ്. അവിടെ ഞങ്ങൾ അച്ചായന്മാരും അച്ചാച്ചിമാരും ഞങ്ങളവിടെ 40 ബെഡും 40 ബെഡ് ഫ്രെയിമും എല്ലാം കൂടെ കഴിഞ്ഞ വർഷം കൊടുത്തിരുന്നു. അങ്ങനെ ഓരോ തരത്തില് ദൈവം നമുക്ക് അമേരിക്കയിൽ വരാനുള്ള സാഹചര്യം ഉണ്ടാക്കി. നമ്മൾ പൈസ ഉണ്ടാക്കുന്നു, നമ്മൾ പൈസ സ്പെൻഡ് ചെയ്യുന്നു. നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ഓണമാണെങ്കിൽ നമ്മൾ ഓണത്തിന് സ്പെൻഡ് ചെയ്യുന്നു. ഈ സെയിം ടൈമില് നമ്മൾ അതർ എൻഡില് നമ്മളിതിൽ ചാറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ അതൊക്കെ കൊണ്ടായിരിക്കും ഈ ചേംബർ ഓഫ് കൊമേഴ്സ് നിലനിൽക്കുന്നത്. എത്രയോ ഓർഗനൈസേഷൻ തുടങ്ങി, അത് 1 അല്ല 2 വർഷം കൊണ്ട് അത് അടിച്ചു പിരിഞ്ഞു പോകുന്നു, അല്ലെ അവിടെ ഒരുപാട് ഇതുണ്ടാക്കുന്നു. ഇതൊരു എൻറ്റിറ്റി ആയിട്ട് ഈ 31 പേരായിട്ട് ഇപ്പം ജിജു പറഞ്ഞ പോലെ തന്നെ പല ആൾക്കാരും ഇതിനകത്തേക്ക് വരാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളിപ്പോൾ ആ ഒരു മെമ്പർഷിപ്പ് നമ്മളിപ്പോൾ പെൻഡിങ് വെച്ചിരിക്കുകയാണ്. ഫൈനാൻഷ്യലി ഞങ്ങൾക്ക് കുഴപ്പമില്ല, ചാറ്റ് ചെയ്യാനുള്ള പൈസ ഉണ്ട്, എല്ലാ മാസവും മീറ്റിംഗ് കൂടുന്നുണ്ട്. ഒരു ബ്ലെസ്സിങ് ആണ്. മീറ്റിംഗ് കൂടിയിട്ട് എല്ലാവരും വന്ന പോലെ തന്നെ വീട്ടിൽ പോകുന്നുണ്ട്. ആരും കാലും കൈ ഒടിഞ്ഞു പോകുന്നില്ല, അതായത് അടിപിടിയൊന്നുമില്ല. ഇതൊക്കെ ആരും പോലീസ് പിടിക്കുന്നില്ല, ഇവിടെ ലാത്തി ചാർജ് ഇല്ല. നമുക്കറിയാം പല ഓർഗനൈസേഷനും വന്നു കഴിഞ്ഞാൽ കസേര എടുത്തടിക്കുന്നു. ഇവൻ നമ്മുടെ നിയമസഭയെ വരെ നമ്മള് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട MLA അവിടെ അടിപിടി ഉണ്ടാക്കി അവരുടെ കാലും കൈ ഒടിഞ്ഞാ പോകുന്നത്. നമ്മളിവിടെ ഇതൊന്നുമില്ല. കഴിഞ്ഞ ഇതിപ്പോ 12ാമത്തെ വർഷമാണ്. നമ്മുടെ പ്രിയപ്പെട്ട 31 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ഇതിനകത്തുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ഈ വർഷം അദ്ദേഹത്തിന്റെ ഊർജം മുഴുവൻ ഈ ചേംബറിന് വേണ്ടിയിട്ട് ഒഴിഞ്ഞു വെച്ചിരിക്കുക. ഇപ്പൊ ഓണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ഫുഡ് ഓർഡർ ചെയ്യുന്നു, നമ്മളെ വരുത്തുന്നു, മേശ ഓർഡർ ചെയ്യുന്നു, കസേര ഓർഡർ ചെയ്യുന്നു. ഇങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ ഓരോ ഓർഗനൈസേഷന്റെ തലപ്പത്തേക്ക് ഓരോ വർഷവും വരുമ്പോഴാണ് ആ ഓർഗനൈസേഷൻ ഒരു ശക്തി ഉണ്ടാകുന്നത്. അതിനെയും ദൈവം അനുഗ്രഹിച്ച് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം. അടുത്ത ഓണം നമുക്കിവിടെ ആഘോഷിക്കണം. ഞങ്ങൾ പല പരിപാടികൾ ഇവിടെ പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷെ ഈ വർഷം ലിമിറ്റഡ് ആക്കിയിരിക്കുകയാണ്. അന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും വയനാടിന് വേണ്ടി കൊടുക്കണമെന്നൊരു താല്പര്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ ലിമിറ്റഡായിട്ട് പോകുന്നു. പ്രസിഡന്റ് എന്തോ ചെറിയ വാക്കുകളോടെ പറഞ്ഞ് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാൻ പോവാണ്. ഇവിടെ ഒറ്റ കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഈ സൗത്ത് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പ്രവർത്തനങ്ങളാണെങ്കിൽ ആ ബോർഡിൽ നോക്കിയാൽ മതി. 2009 തൊട്ടുള്ള പിക്ചേഴ്സ് അവിടെ ഇരിപ്പുണ്ട്. അപ്പം പ്രത്യേകിച്ച് നിങ്ങൾ ലേഡീസ് ഫാമിലീസ് ഇവിടെ വന്നു കഴിയുമ്പോൾ അതൊക്കെ കാണണം. മറ്റുള്ളവരോട് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് ചേംബർ ഓഫ് കൊമേഴ്സ് എന്താണ് ചെയ്യുന്നത്, എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ പറയാനായിട്ടുള്ള ഒരു പ്രൂഫാണ്.
2009 തൊട്ട് ഓരോ പ്രവർത്തനത്തിന്റെയും ഫുൾ പിക്ചർ അവിടെ ഇരിപ്പുണ്ട്. രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ ഇവിടെ സമൂഹത്തില് ഏത് വലിയ മന്ത്രി കേരളത്തിൽ നിന്ന് വന്നാലും ഈ സൗത്ത് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഓഫീസിൽ വരാതെ പോകുന്നില്ല. ഏത് വലിയ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ നേതാക്കന്മാരോ സിനിമാക്കാരോ വരാതെ അവരും വന്നാലും ഇവിടെ വരാതെ പോയിട്ടില്ല. അതിന്റെ ഒരു പ്രൂഫാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ഒന്ന് ആഡ് ചെയ്യായിരുന്നു. ഓക്കെ. പ്രസിഡന്റ് മിസ്റ്റർ സക്കറിയ കോശി അവസാനത്തെ ഒരു വോട്ടർ താങ്ക്സോടുകൂടി വോട്ടർ താങ്ക്സോട് പറഞ്ഞു എന്നിട്ട് തന്നെ അവസാനം ഇങ്ങനെ ഇവിടെ വന്ന് കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടി നന്ദി സ്നേഹവും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിന്റെ അവസാനമായിട്ട് വന്നവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തുവാനുള്ള ഒരു അവസരമാവുന്നു. അതിന് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ സെക്രട്ടറി ബ്രൂസ് കോപ്പലിനെ ഈ വേദിയിലേക്ക് വിളിക്കുന്നു. അദ്ദേഹം വോട്ടർ താങ്ക്സിനായിട്ട്. എല്ലാവർക്കും അവസാനമായി ഈ ഓണാഘോഷത്തിന്റെ ഓണാശംസകൾ നേരുന്നു. എനിവേ, ഇന്നത്തെ ഈ പരിപാടി നമ്മൾ വളരെ ലളിതമായിട്ടും എന്നാൽ അത്യധികം ഉജ്ജ്വലമായിട്ടും ഓർഗനൈസ് ചെയ്ത ഈ വർഷത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, എസ്പെഷ്യലി പ്രസിഡന്റ്, സെക്രട്ടറി, എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ട്രഷറർ, അങ്ങനെ എല്ലാ ഓൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അവർ വളരെ നന്നായിട്ട് അത് ചെയ്തു. എസ്പെഷ്യലി ഒരു ബോർഡ് ഓഫ് ഡയറക്ടർ എന്ന നിലയിൽ ഞാൻ അവരോടാണ് ആദ്യമായിട്ട് നന്ദി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. താങ്ക് യു എക്സിക്യൂട്ടീവ് ടീം. അതിലുപരിയായി ഇന്നിവിടെ വന്ന നമ്മുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സും, എസ്പെഷ്യലി നമ്മുടെ കുടുംബം, ഇതൊരു കുടുംബ കൂട്ടായ്മയായിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ ഓണാഘോഷം നടത്തിയത്. ഈ ഇവിടെ വന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ പേരിലും സൗത്ത് ഇന്ത്യ US ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ എക്സിക്യൂട്ടീവ് ഓൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു. DJക്ക് മുമ്പായിട്ട് വേറെ പരിപാടി ഉണ്ട്, ക്ലീനർ. അവിടെ എല്ലാ എക്സിക്യൂട്ടീവ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ഞാൻ വിളിക്കുമ്പോൾ ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു.